ഇത് ഇക്കാര്യത്തിൽ പ്രശ്നപരിഹാരം ഉണ്ടാകുമെന്ന ഉറച്ച കോൺഫിഡൻസോട് കൂടിയാണ് എം വി ഗോവിന്ദന്റെ വാർത്താ സമ്മേളനത്തിൽ ഓരോ വാക്കുകളും എടുത്താൽ വ്യക്തമാകുന്നത്. കാരണം CPI-യുമായി ഉള്ള പ്രശ്നങ്ങൾ പരിഹരിക്കാൻ തങ്ങൾക്കറിയാം. അവരെ മുഖവിലേക്കെടുത്ത് മാത്രമേ പോവുള്ളൂ. മുഖ്യമന്ത്രി വരട്ടെ, മുഖ്യമന്ത്രി വന്നാൽ എല്ലാ ചർച്ചകളും നടക്കും, ചർച്ച ചെയ്യാതെ പോകില്ല എന്ന കാര്യം എന്ന നിലപാട് ആവർത്തിച്ച് വ്യക്തമാക്കുകയാണ് എം വി ഗോവിന്ദൻ ചെയ്യുന്നത്. ഒപ്പം തന്നെ ഈ PM ശ്രീ എന്ന പദ്ധതിയോട് ഇടതുപക്ഷത്തിന് യോജിക്കാൻ കഴിയില്ല. പക്ഷേ ഇതൊരു ഫെഡറൽ തത്വങ്ങൾ അംഗീകരിച്ച് പോകുന്ന രാജ്യമാണ്, സംസ്ഥാനമാണ്. അതുകൊണ്ട് തന്നെ അക്കാര്യത്തിൽ കേന്ദ്ര സർക്കാർ കൊണ്ടുവരുന്ന അങ്ങനെ ഒരു പദ്ധതി അത് ഉപേക്ഷിക്കാൻ എന്തായാലും സംസ്ഥാനത്തിന് കഴിയില്ല. സാമ്പത്തികമായ നേട്ടങ്ങൾ സംസ്ഥാനത്തിന് വിഹിതങ്ങൾ ലഭിക്കേണ്ടതാണ്. അതുകൊണ്ട് തന്നെ ഇക്കാര്യത്തിൽ കൂട്ടായ ചർച്ച നടത്തി നയപരമായ പ്രശ്നങ്ങളെ എങ്ങനെ തരണം ചെയ്യും എന്ന് തീരുമാനിക്കും എന്നുള്ളതാണ് എം വി ഗോവിന്ദൻ വ്യക്തമാക്കുന്നത്. നയപരമായും ഭരണപരമായും ഉള്ള കാര്യങ്ങൾ ഉണ്ട്. അതിൽ ഭരണപരമായ കാര്യങ്ങൾ മന്ത്രി വ്യക്തമാക്കും എന്ന് പറയുമ്പോൾ അല്പസമയത്തിനകം മന്ത്രി നടത്തുന്ന വാർത്താ സമ്മേളനത്തിൽ അക്കാര്യങ്ങൾ വിശദീകരിക്കും. ഏതോ തരത്തിൽ CPI-യുമായി ഒരു ആശയവിനിമയം നടത്തിയിട്ടുണ്ട് എന്ന കാര്യത്തിൽ സംശയമില്ല. എന്തായാലും ഭരണപരമായ കാര്യങ്ങൾ എന്താണ് എന്നത് വിശദീകരിക്കാനായി, സർക്കാരിന്റെ ഭാഗം വിശദീകരിക്കാനായി വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി മാധ്യമങ്ങളെ കാണും.